ജ്യൂസ് ഉണ്ടാക്കാം. അപ്പോൾ ഇതിനു മുന്നേ നമ്മൾ പച്ചമാങ്ങ ജ്യൂസ് ഉണ്ടാക്കിയിരുന്നു. അത് പച്ചമുളകൊക്കെ ചേർത്തിട്ട് ചെറിയ എരിവും ചെറിയ മധുരമുള്ള രീതിയിലാണ്. പക്ഷെ ഇത് നല്ല മധുരമുള്ള രീതിയിൽ, അതുപോലെ കുറച്ച് മിന്റ് ലീവ്സ് ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. മിന്റ് ലീവ്സ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, നമ്മുടെ ശരീരത്തിന് നന്നായിട്ട് തണുപ്പ് കിട്ടുന്ന ആ ഒരു കൂളിംഗ് ഏജന്റ് ആണ് മിന്റ് ലീഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആ മിന്റ് ലീഫിന്റെ ഒരു ഫ്രഷ്നെസ്സും ഉണ്ട്. നമ്മളിപ്പോൾ ഒരു മിന്റ് ലൈം കഴിക്കുകയാണെങ്കിൽ തന്നെ നല്ല എനർജി, നല്ലൊരു ഫ്രഷ്നെസ് തോന്നും നമുക്ക്. അപ്പോൾ അത് പച്ചമാങ്ങയുടെ കൂടെ ആകുമ്പോൾ, ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസണാണ്, പല സ്ഥലത്തും പച്ചമാങ്ങ അവൈലബിൾ ആണ്. അപ്പോൾ ഇത് പുളിയുള്ള മാങ്ങ ഉപയോഗിക്കരുത്. പുളിയുള്ള മാങ്ങ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജ്യൂസ് കഴിക്കാൻ പറ്റില്ല. പുളിയില്ലാത്ത പച്ചമാങ്ങ, അതായത് നമ്മൾ പഴുക്കാറായ മാങ്ങ നന്നായിട്ട് മൂത്ത് കഴിഞ്ഞ മാങ്ങ എടുക്കുക. അങ്ങനെയാകുമ്പോൾ ആ ഒരു ഐവറി ഷെയ്ഡ്, നമ്മൾ മാങ്ങ കട്ട് ചെയ്യുമ്പോൾ ഐവറി ഷെയ്ഡ് മാറി തുടങ്ങിയൊരു ലൈറ്റായിട്ട് കളർ ചേഞ്ച് ആയി വരുന്ന മാങ്ങ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ജ്യൂസിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ ഇതിൽ ഈ പുതിനയില ചേർക്കാതെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. പുതിനയില ചേർത്തിട്ട് തന്നെ ഉണ്ടാക്കുക. പിന്നെ കയ്പില്ലാത്ത തൊലി, അധികം ചില മാങ്ങയ്ക്ക് തൊലിക്ക് കയ്പുണ്ടാവും. അങ്ങനെയുള്ള തൊലി ഉള്ള മാങ്ങ എടുക്കരുത്. അങ്ങനെയുള്ള മാങ്ങയാണെങ്കിൽ ആ തൊലി നന്നായിട്ട് കളഞ്ഞതിന് ശേഷം മാത്രം എടുക്കുക. ഇതിപ്പോൾ ഞാൻ തൊലിയോട് കൂടിയാണ് ജ്യൂസ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാങ്ങയുടെ തൊലിക്ക് ഒട്ടും പുളിയില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പുളി കയ്പ് ടേസ്റ്റ് ഇല്ലാത്ത മാങ്ങ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഈ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഹോൾ ഡേ ഫ്രഷ് ആയിട്ട് നല്ല റിഫ്രഷിംഗ് ആയിട്ടിരിക്കും. ഈ ഒരു ഹോൾ ഡേ നമ്മൾ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫുൾ ഡേ നമുക്ക് റിഫ്രഷിംഗ് ആയിട്ട് തന്നെ തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ മിന്റ് ലീവ്സ് ചേർക്കുന്നതുകൊണ്ടാണത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു ജ്യൂസ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു മാംഗോ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഒരു റെസിപ്പി ചെയ്തിരുന്നു. ഈ പച്ചമാങ്ങയുടെ തന്നെ പച്ചമാങ്ങ സർപ്രൈസ് എന്ന് പറഞ്ഞിട്ടാണ് ആ റെസിപ്പിയുടെ പേര്, പച്ചമുളകൊക്കെ ചേർത്തിട്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പിന്നീട് എല്ലാവരും കമൻറ്റ് പറഞ്ഞത്, നീ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ വീട്ടിലുള്ള മാവില് മുഴുവനുള്ള മാങ്ങയും പറിച്ച് തീർത്ത് എല്ലാ ദിവസവും ഇത് തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് കമൻസ് വന്നിരുന്നു എപ്പോഴും. അതുപോലെ നേരിട്ട് കാണുമ്പോഴും പറഞ്ഞിരുന്നു, വീട്ടിലൊക്കെ മാങ്ങയൊക്കെ തീർന്നു, മാവിലെ മാങ്ങയൊക്കെ തീർന്നുകൊണ്ടിരിക്കുകയാണ്, എല്ലാ ദിവസവും മാങ്ങ പറിക്കലും ജ്യൂസ് ഉണ്ടാക്കലും തന്നെയാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വേനൽക്കാലത്ത് നമുക്ക് നമ്മുടെ വീട്ടിൽ മാവ് ഉണ്ടെങ്കിൽ വലിയ ചിലവില്ലാതെ ചെയ്യാൻ പറ്റിയ റെസിപ്പിയാണ്. പിന്നെ മാവില്ല എന്നുണ്ടെങ്കിൽ പുറമേ നിന്ന് വാങ്ങിക്കാം. അപ്പോൾ നമുക്കത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റിയ റെസിപ്പി അല്ല. മാവുള്ള ആളുകൾ, ഇപ്പോൾ നാട്ടിൻ പുറത്തേക്കുള്ള ആളുകളാണെങ്കിൽ എല്ലാ വീടുകളിലും മാവ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കൂ, ഉറപ്പായിട്ടും നന്നായിട്ട് ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ ചൂട് കൂടി വരികയാണ്. അപ്പോൾ ചൂടിനെ പ്രതിരോധിക്കാൻ നമുക്ക് നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള മാർഗങ്ങളായിട്ട് ഇത് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ഐസ് ക്യൂബ്സ് ചേർക്കേണ്ട, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. ഐസ് ക്യൂബ്സ് ചേർത്തില്ലെങ്കിലും ടേസ്റ്റിന് ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പച്ചമാങ്ങ ജ്യൂസ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ പച്ചമാങ്ങ ജ്യൂസിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. 2 മാങ്ങയാണ് ഇതിൽ നിന്ന് എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ സോഡ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ സോഡ ചേർക്കുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും. പിന്നെ പുതിനയില, ഇത് 1 പിടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. പഞ്ചസാര, പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ളത് ഐസ് ക്യൂബ്സ് വേണം. ഐസ് ഈ ചൂട് സമയത്ത് വേഗം മെൽറ്റ് ആയി പോകുന്നതുകൊണ്ട് ഞാനിപ്പോൾ ഐസ് ക്യൂബ്സ് എടുത്ത് വെച്ചിട്ടില്ല. അത് മിക്സിയിലേക്ക് ഈ മാങ്ങ കട്ട് ചെയ്തിട്ട് ചേർക്കുമ്പോഴേ ഇടുന്നുള്ളൂ. അപ്പോൾ ആദ്യം നമുക്ക് മാങ്ങ നന്നായി വാഷ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ നന്നായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ, മാങ്ങയുടെ കളറ് ആ ഒരു ഐവറി ഷെയ്ഡ് മാറി വരണം എന്നുള്ളത്. നമ്മൾ ഇതുപോലെ ഈ ടോപ്പ് മുറിച്ച് നോക്കുമ്പോൾ ഇതുണ്ടോ, ഇപ്പോൾ ഐവറി ഷെയ്ഡല്ല, ലൈറ്റായിട്ടൊരു യെല്ലോ ഷെയ്ഡ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള മാങ്ങ എടുക്കുക. ഇങ്ങനെയുള്ള മാങ്ങ എടുക്കുകയാണെങ്കിൽ ഈ പുളി കുറവുണ്ടാവുള്ളൂ, ഇല്ലെങ്കിൽ പുളി കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന മാങ്ങയ്ക്ക് ഈ ഒരു കളർ അല്ലാന്നുണ്ടെങ്കിൽ ജ്യൂസ് അടിക്കാതിരിക്കുക, അല്ലെങ്കിൽ കൂടുതൽ പുളിയായിപ്പോവും. പിന്നെ നമ്മൾ കട്ട് ചെയ്യുമ്പോഴും അധികം ഈ ഭാഗത്തേക്ക് ഇറക്കി കട്ട് ചെയ്യാതെ കുറച്ചും കൂടെ കയറ്റി കട്ട് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ജ്യൂസിൻ്റെ പുളി കൂടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നമ്മൾ കയറ്റി കട്ട് ചെയ്യാന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മാംഗോ ജ്യൂസ് തന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഇത് മാങ്ങ കുക്ക് ചെയ്തിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്തിട്ടും ചെയ്യാം. ഇതിപ്പോൾ പച്ചമാങ്ങയായിട്ട് തന്നെ ജ്യൂസ് അടിക്കണം എന്നില്ല. പക്ഷേ കൂടുതൽ ടേസ്റ്റ് വരുന്നത് പച്ചമാങ്ങ ജ്യൂസ് അടിക്കുമ്പോഴാണ്. തൊലിക്ക് കയ്പുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ നമുക്ക് മാങ്ങയുടെ തൊലി മാറ്റിയിട്ട്
കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഇവിടെ കുറച്ച് പോർഷനിലും കൂടി മാങ്ങയുണ്ട്. അപ്പോൾ ഞാൻ ഇത്രയും ചേർത്ത് കട്ട് ചെയ്യാതെ ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് വ്യത്യസ്തമായൊരു മാംഗോ പൾപ്പിൻ്റെ റെസിപ്പി നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ രേഖ ചേച്ചി, അവർ മലയാളികളാണ്, പക്ഷേ രേഖ ചേച്ചിയൊക്കെ കുറേ വർഷമായിട്ട് ഭോപ്പാലിലായിരുന്നു. അപ്പോൾ രേഖ ചേച്ചി ഇപ്പോൾ മാങ്ങ പറിക്കാൻ പോയപ്പോൾ പറഞ്ഞു തന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അവിടെ ചൂട് നമ്മുടെ ഇവിടത്തേക്കാളും ചൂട് കൂടുതലാണ് നോർത്തിലേക്ക് പോകുമ്പോൾ. അപ്പോൾ ചൂട് കൂടുതലായതുകൊണ്ട് മാങ്ങ ഇതുപോലെ കുക്ക് ചെയ്തിട്ട് പൾപ്പെടുത്ത് സൂക്ഷിച്ചിട്ട് പഞ്ചസാരയൊക്കെ ചേർത്ത് ഒരു ഡ്രിങ്ക് ആയിട്ട് യൂസ് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ രേഖ ചേച്ചിയോട് കറക്റ്റായിട്ട് ചോദിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്ത് തരാം. അപ്പോൾ ആദ്യത്തെ മാങ്ങയിൽ നിന്ന് നമ്മൾ ഇങ്ങനെ ഈ രീതിയിലാണ് കട്ട് ചെയ്തെടുത്തത്. ഈ ഒരു പോർഷൻ നമ്മളിപ്പോൾ ഈ ഒരു പോർഷൻ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. ഇത് നന്നായിട്ട് മുറിച്ചെടുത്തിട്ട് നമുക്ക് ചമ്മന്തി അരയ്ക്കാം, അല്ലെങ്കിൽ അച്ചാറിന് ഇതിപ്പോൾ കുറച്ച് വലിയ പീസുകളായിട്ട് മുറിച്ചിട്ട് ഉപ്പ് പുരട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം കഴിയുമ്പോൾ 2-3 മാങ്ങ ഉണ്ടെങ്കിൽ അതെടുത്ത് അച്ചാർ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള മാങ്ങാച്ചാർ. അപ്പോൾ മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഒരു ദിവസം ചെയ്ത് കാണിക്കാം. നമുക്ക് വിഷു ഒക്കെ വരികയല്ലേ, വിഷുവിന് മുന്നേ ആയിട്ട് മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ചെയ്യാം. അപ്പോൾ ഈ ഒരു പോർഷൻ വേസ്റ്റ് ആയിട്ട് പോവില്ല, നമുക്ക് ജ്യൂസ് ഉണ്ടാക്കുകയും ചെയ്യാം. 2 പർപ്പസ് ഉണ്ട്. അതുപോലെ തന്നെ ചമ്മന്തി ഉണ്ടാക്കാം. നിങ്ങൾക്ക് ഏതാണോ ചെയ്യാൻ താല്പര്യം ആ രീതിയിൽ ചെയ്യാം. പിന്നെ ഇത് അരഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ വലിയ പീസുകളാക്കിയിട്ടുണ്ടെങ്കിൽ വേഗം അരഞ്ഞ് കിട്ടില്ല. ഇതിപ്പോൾ ഞാൻ മൂവാണ്ടൻ മാങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് തന്നെ പുളി അധികം ഇല്ലാത്ത മാങ്ങയാണ്. അപ്പോൾ മൂവാണ്ടൻ മാങ്ങ വീടുകളിലുള്ള സമയമാണെങ്കിൽ ഇപ്പോൾ ധാരാളമായിട്ട് മാവില് മാങ്ങയുണ്ട്. എല്ലാവരും പറിച്ചെടുത്തിട്ട് മാംഗോ ജ്യൂസ് ഉടനെ തന്നെ ഉണ്ടാക്കിക്കോളൂ. പിന്നെ ഇത് ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞിരുന്നു ഐസ് ക്യൂബ്സ് യൂസ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളത്. പക്ഷെ കൂടുതൽ ടേസ്റ്റ് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു തണുപ്പോടു കൂടി ജ്യൂസ് കഴിക്കുന്നതാണ് എപ്പോഴും നല്ലത്. നല്ല തണുപ്പല്ല, ചെറിയ തണുപ്പ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ നമുക്ക് അധികം വെള്ളം ചേർക്കാതെ തന്നെ, എന്താണെന്ന് വെച്ചാൽ വെള്ളം ചേർക്കണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ സോഡ ചേർക്കാൻ പോകുന്നത് കൊണ്ട് വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് അരഞ്ഞ് കിട്ടാൻ എളുപ്പത്തിനായിട്ടാണ് ഇതുപോലെ കട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. പിന്നെ ഐസ് ക്യൂബ്സിൻ്റെ കാര്യം പറഞ്ഞത്, ഇപ്പോൾ എല്ലാവർക്കും ചൂട് സമയത്ത് തണുപ്പ് കഴിക്കാൻ താല്പര്യം ഉണ്ടാകും, പക്ഷേ ചില ആളുകൾക്ക് തണുപ്പിനോട് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള ആളുകൾ ഒഴികെ ഇത് നമ്മൾ ഐസ് ക്യൂബ്സ് മിക്സിയിലിട്ട് അടിച്ച് കഴിയുമ്പോൾ ഒരുപാട് തണുപ്പുണ്ടാവില്ല, ചെറിയ തണുപ്പേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ചെറിയൊരു തണുപ്പോടു കൂടി തന്നെ ഈ ജ്യൂസ് കഴിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും. അപ്പോൾ ഞാൻ ഈ മാംഗോ ജ്യൂസ് അരിക്കാതെയാണ് സെർവ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇത് അരിച്ചിട്ട് സെർവ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ സുഖം അരിച്ച് സെർവ് ചെയ്യുമ്പോഴാണ്. പിന്നെ ഞാനിത് അരിക്കാതെ സെർവ് ചെയ്യുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫോട്ടോയിലൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ അരിക്കാതെ സെർവ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അരിച്ച് തന്നെ എടുക്കൂ, അതായിരിക്കും നല്ലത്. അരിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ കുടിക്കാൻ ഈസി ആകുന്നത് അരിച്ചെടുക്കുമ്പോഴാണ്. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന മാങ്ങ അപ്പോൾ നിങ്ങളൊരു പീസ് മാങ്ങ കഴിച്ച് നോക്കുക, മാങ്ങയുടെ പുളി എങ്ങനെയുണ്ടെന്നുള്ളത്. പുളി കൂടുതലാണെങ്കിൽ ഈ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കുടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പുളി കുറവുള്ള മാങ്ങ മാത്രം എടുക്കുക. അതുപോലെ തന്നെ ഞാനിപ്പോൾ എൻ്റെ കൈപ്പിടിക്ക് ഒരു പിടിയാണ് മിൻറ്റ് ലീവ്സ് എടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടം പോലെ എടുക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മിൻറ്റ് ലീവ്സ് കൂടുതൽ ഈ ഒരു സമ്മർ ടൈമിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഇഞ്ചി ഒന്ന് മുറിച്ച് ചേർക്കാം. ഇതെല്ലാം ചേർത്ത് അരച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ വേഗം വലിയ പീസുകളായിട്ട് മുറിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. അപ്പോൾ ഞാൻ ഇത് ആദ്യം ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് ഐസ് ക്യൂബും ചേർത്ത് അടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതാ ഇതുപോലെ മാങ്ങ അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇപ്പോൾ അരഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് സോഡയോ വെള്ളമോ ചേർക്കാം. നിങ്ങൾ സോഡ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സോഡ തന്നെ ചേർക്കാം, ഇല്ലെങ്കിൽ വെള്ളം ചേർക്കാം. ഞാനിപ്പോൾ ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് അടിച്ചിട്ട് സോഡ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്കിത് വീണ്ടും ഒന്നുകൂടി അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഐസ് ക്യൂബ്സ് ചേർത്ത് അടിച്ചെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് അരഞ്ഞ് കിട്ടും. ഞാനിതിപ്പോൾ അരിച്ചെടുക്കുന്നില്ല, എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മിൻറ്റ് ലീവ്സ് ഒക്കെ ചേർത്തതുകൊണ്ട് തന്നെ അരിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ഒരു ഗ്ലാസ്സിലേക്ക് വേണ്ടത് അത്രയും ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അതിന് ശേഷം നമുക്ക് സോഡയും വീണ്ടും ഐസ് ക്യൂബ് വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. അപ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണോ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യേണ്ടത് അത്രയും നമ്മൾ ഈ ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക.
ഇനി നമുക്കിതിലേക്ക് സോഡ ഒഴിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു ഗസ്റ്റിനെ സെർവ് ചെയ്യുമ്പോൾ ഇതുപോലെ റെഡിയാക്കിയിട്ട് സെർവ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ മാത്രം ഒന്ന് ഇളക്കുക. ഇപ്പോൾ ഞാൻ ഇളക്കിയിട്ടില്ല, ഇളക്കാതെ തന്നെയാണ് ഗ്ലാസ്സിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി ഗാർണിഷ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് മിൻറ്റ് ലീവ്സ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. പക്ഷേ ഇതിനിപ്പോൾ പ്രത്യേകിച്ച് ഗാർണിഷിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ ഇത് നമ്മൾ അരിച്ചെടുക്കുകയാണെങ്കിൽ ഈ ഒരു ടെക്സ്ചർ വരില്ല കേട്ടോ ജ്യൂസിന്. അരിക്കാതെ എടുത്താൽ ഇതുപോലെ വരുള്ളൂ, ആ മിൻറ്റ് ലീവ്സിൻ്റെ കളറും മാങ്ങയുടെ കളറും ചേർന്ന് വരുള്ളൂ. അപ്പോൾ നമുക്കിതൊരു സ്ട്രോ ഒക്കെ ഇട്ടിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്തായാലും മാങ്ങ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒരു മാംഗോ ജ്യൂസ് ഉണ്ടാക്കി കഴിക്കൂ. വളരെ ടേസ്റ്റാണ്. ആ മിൻറ്റ് ലീവ്സിൻ്റെ ആ ഒരു ഫ്രഷ്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ സോഡയുടെ ആ ഒരു ഗ്യാസും എല്ലാം കൂടി വരുമ്പോൾ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ മധുരം നിങ്ങൾക്ക് ആവശ്യത്തിന് ചേർക്കാം. ഞാനിപ്പോൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ നമ്മുടെ മാംഗോ ജ്യൂസ്. എല്ലാവരും ഉണ്ടാക്കി കുടിച്ചിട്ട് അഭിപ്രായം പറയുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.